ഇവയും മെസ്സേജും ജനിച്ചത് പിന്നെ ഞങ്ങളുടെ എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെയാണ്. ഉറക്കമില്ലാത്ത രാത്രികളും ഉറക്കച്ചടവോടെയുള്ള രാവിലെകളും മക്കളുടെ ഉറക്കത്തിനും കളിക്കുമിടയിലുള്ള എന്റെ ദിനചര്യകളുമെല്ലാം ഒരേപോലെ റിപ്പീറ്റ് ആവുകയാണ്. കരച്ചിലിന്റെ ആഴത്തിനും നീളത്തിനും കാരണങ്ങൾക്കും മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. ഇങ്ങനെ ഒരേപോലെയുള്ള ദിവസങ്ങൾ മടുപ്പുണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ഇതും ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് മാത്രമാണെന്ന് ഓർക്കുമ്പോൾ ഒരു രസമൊക്കെ തോന്നും. പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ രാവിലെയുള്ള എഴുന്നേക്കലും ട്യൂഷനും ഹോംവർക്കും ഒക്കെ നാശം, ഇതൊന്ന് തീർന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ലേ? എന്നിട്ട് ഇപ്പൊ ഇതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മദർഹുഡ് സ്റ്റേജും കഴിയും. മക്കൾ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങും. അപ്പൊ അവരുടെ ഈ കുറുമ്പും കൊഞ്ചലും അമ്മിഞ്ഞു പിടിക്കുമ്പോഴുള്ള നോട്ടവും നമ്മളെ കാണുമ്പോഴുള്ള ചിരിയും മത്തു പിടിപ്പിക്കുന്ന മണവും ഒക്കെ നമുക്ക് മിസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ തന്നെ നോക്കി എന്ത് പെട്ടെന്ന് അവരുടെ ന്യൂബോൺ സ്റ്റേജ് കഴിഞ്ഞത്. ഇനി നോക്കി നിൽക്കി അവരങ്ങ് പറന്നു പോകും. സോ ഇപ്പൊ ഇവരാണ് എന്റെ പ്രയോറിറ്റി. ഈ സ്റ്റേജിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളോടും കൂടി തന്നെ അതിന്റെ ഭംഗിയും ഞാൻ ആസ്വദിക്കുകയാണ്. പിന്നീട് ഓർക്കുമ്പോൾ ഒരു നഷ്ടബോധവുമില്ലാതെ ആത്മസംതൃപ്തിയോടെ ഈ കാലവും ഓർക്കാനാകണം.